പവറിൻ്റെ കാര്യത്തിലല്ല, ഗുണത്തിൻ്റെ കാര്യത്തിൽ. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. ദാ എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു ടാറ്റ സഫാരിയാണ്. ടാറ്റ സഫാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ടാറ്റയുടെ പല വാഹനങ്ങളിലും വരുന്ന ടാറ്റയുടെ ട്രക്കുകളായിക്കോട്ടെ, പിക്കപ്പുകളായിക്കോട്ടെ, അത് കണക്ക് തന്നെ ഇത്തരത്തിലുള്ള ഇപ്പം സുമോ ഗോൾഡ് ഉൾപ്പെടെയുള്ള പല വാഹനങ്ങളിലും വന്നുകൊണ്ടിരുന്ന അതേ സെയിം എഞ്ചിൻ, അതെ പഴയ കാലത്ത് നമ്മളുടെ ആ ഒരു ടി ഡി എഞ്ചിൻ ഉണ്ടല്ലോ, 3 ലിറ്റർ ടി ഡി എഞ്ചിൻ, അതായത് DI ടർബോ എഞ്ചിൻ, ആ ഒരു DI ടർബോ എഞ്ചിനെ ഓൾട്ടർ ചെയ്ത് ദാണ്ട് ഈ കാണുന്ന ഒരു CRD എഞ്ചിനിലോട്ട് ആക്കിയൊക്കെയാണ്. കമ്പനി ഇതിനെ ഡൈക്കോർ എന്ന് വിളിക്കുന്നുണ്ട്. വേറൊരു കാര്യം പറയട്ടെ, 2200 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന നമ്മളെ ടൈമിംഗ് ബെൽറ്റൊക്കെ വരുന്ന ആ ഒരു ഡൈക്കോർ എഞ്ചിൻ ഉണ്ടല്ലോ, അതിനേക്കാൾ എന്തുകൊണ്ടും കുറച്ചും കൂടെ മികവുറ്റതും മേന്മയുള്ള ഒരു എഞ്ചിനുമാണ് ഈ കാണുന്നത്. പവറിൻ്റെ കാര്യത്തിലല്ല, ഗുണത്തിൻ്റെ കാര്യത്തിൽ. അപ്പം ഈ ഒരു എഞ്ചിനെ നമുക്ക് കൂടുതലായിട്ട് അടുത്തൊന്ന് പരിചയപ്പെടാം. ക്യൂബിക് കപ്പാസിറ്റി വരുന്ന, കൃത്യമായിട്ടാണെങ്കിൽ 2956 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന, 115 bhp വരുന്ന, 300 Nm ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ് വാഹനത്തിൽ വരുന്നത്. അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മളുടെ ആ ഒരു 3 ലിറ്റർ എഞ്ചിൻ. കണ്ടോ, ഇതൊരു CRD അല്ലെങ്കിൽ കമ്പനി പറയുന്ന പോലെ ഒരു ഡൈക്കോർ എഞ്ചിനാണ്. ഇനിയിപ്പോൾ CRD എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ഹാർഡ് കോർ ടാറ്റ ഫാൻസ് ഒക്കെ വന്നിട്ടും പറയും ഇത് ഡൈക്കോർ എഞ്ചിന ആയിക്കോട്ടെ, ഇത് CRD എഞ്ചിനാണ്, ഡൈക്കോർ എന്ന് വേണമെങ്കിലും വിളിക്കാം. കമ്പനി വിളിക്കുന്നത് കൊണ്ട് ഒരു കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്ന ഒരു എഞ്ചിനാണ് ഇതിൻ്റെ കോമൺ റെയിൽ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു DI എഞ്ചിന് അല്ലെങ്കിൽ DI ടർബോ എഞ്ചിന് ഒരു CRDയിലേക്ക് കൺവേർട്ട് ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യവും പറഞ്ഞ് വലിയ രീതി, അതായത് ടൈമിങ് ഇന്ന സമയത്ത് ടൈമിങ് ചെയ്യുന്ന ബെൽറ്റ് എന്തെങ്കിലുമൊക്കെ മാറണമെന്നും പറഞ്ഞ് ടെൻഷനൊന്നും വേണ്ട. കാരണമെന്ന് വെച്ചാൽ ഇതിൽ വരുന്നത് വെച്ചാൽ ടൈമിംഗ് ഗിയറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഒരു രീതിയിലുള്ള കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും വേണ്ട. എന്തെങ്കിലും ഇപ്പം റീപ്ലേസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ചിലവൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ ഒരു ഗിയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പൊട്ടലോ ചീറ്റിലോ എന്തെങ്കിലും വരുന്നൊരു സാഹചര്യത്തിൽ, അതെല്ലാ വണ്ടിക്കൊന്നും വരുത്തില്ല, എന്നാലും വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് അത് ഇളക്കി റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ വിരളമായിട്ട് അല്ലെങ്കിൽ ചുരുക്കം ചില വണ്ടികൾ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നിർബന്ധമായിട്ടും വരും അല്ലെങ്കിൽ ഉറപ്പായിട്ടും സംഭവിക്കും, എല്ലാ വണ്ടിക്കും വരും എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കംപ്ലയിൻ്റ് അല്ലത്. നമ്മളൊരു വണ്ടി എന്ന് വെച്ചാൽ 4 സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് ഡീസൽ എഞ്ചിനാണ്, CRD എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു എഞ്ചിനല്ല. ഇതിൻ്റെ ക്യാം ഷാഫ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ബ്ലോക്കിലാണ്. അപ്പോൾ പുഷ് റോഡ് അത് കണക്ക് തന്നെ, അതായത് ടാപ്പറ്റ്, പുഷ് റോഡ്, റോക്കർ ആം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. കാഴ്ചയിൽ നമ്മൾ സാധാ ഒരു DI എഞ്ചിൻ്റെ ആ ഒരു സെയിം തന്നെയാണ്, നമ്മൾ ആ 3 ലിറ്റർ DI എഞ്ചിൻ്റെ സെയിം തന്നെയാണ്. 407 പോലുള്ള പല ട്രക്കുകളിലും ഈ ഒരു എഞ്ചിൻ സെയിം എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഈ കാണുന്നത് ഇതിൻ്റെ കോമൺ റെയിലാണ്. കോമൺ റെയിലിൽ നിന്ന് നേരെ ഇഞ്ചക്ടേഴ്സിലോട്ട് വരുന്നതാണ്. 1 2 3 4 ഇഞ്ചക്ടറാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡീസൽ ഇല്ലാതെ ഓടുകയോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇപ്പം ഇതിൻ്റെ CRD സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇഞ്ചക്ടർ ലോക്കാവാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഇഞ്ചക്ടറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഡെൽഫി ടൈപ്പ് ഇഞ്ചക്ടറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, താഴെട്ടാണ്. ഇപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള അറിയാൻ വയ്യ. നമ്മളെ വണ്ടിക്ക് ആവശ്യമായ ഡീസലിനെ ഹൈ പ്രഷർ ചെയ്ത് നേരെ ഈ കാണുന്ന കോമൺ റെയിലോട്ട് ലോഡ് ചെയ്ത് ഇഞ്ചക്ടറിലേക്ക് എത്തിക്കുന്നത്. ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം അല്ല ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് TD എഞ്ചിനിൽ വരുന്ന കണക്കിന് അല്ലെങ്കിൽ DI എഞ്ചിൻ വരുന്ന കണക്കിന് ബ്ലോക്കിലാണ് ഇതിൻ്റെ ക്യാം ഷാഫ്റ്റ് വരുന്നത്. പുഷ് റോഡുകൾ വഴിയാണ് ഇതിൻ്റെ വാൽവുകൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതായത് ടാപ്പറ്റ് വന്നിട്ട് പുഷ് റോഡിൻ്റെ മുകളിലേക്ക് താഴേക്ക് ഉയർന്നു. ക്യാം ഷാഫ്റ്റിൻ്റെ കറക്കത്തിനനുസരിച്ച് ക്യാം ലോബുകൾക്കനുസരിച്ച് പുഷ് റോഡുകളെ മുകളിലേക്കും താഴേക്കും ടാപ്പറ്റുകൾ ചലിപ്പിക്കുകയും ആ ഒരു ചലനം റോക്കറാം വഴി വാൽവുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ സൈഡൊക്കെ ശബ്ദവും ഒരിത്തിരി വിറയലൊക്കെ ഈ ഒരു എഞ്ചിനിൽ കുറച്ച് അധികമായിരിക്കും. ഇതിൽ റേഡിയേറ്റർ ഫാൻ വരുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ ടൈപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ ടൈപ്പ് റേഡിയേറ്റർ ഫാനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇതൊരു ഹൈഡ്രോളിക് ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ് ആയതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക്കിൻ്റെ പമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ AC കംപ്രസർ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ ഇതിൻ്റെ ബെൽറ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക്, അതായത് ആക്സറി ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് 1 2
3 ആക്സറി ബെൽറ്റാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നത്. ഒരു പഴയ എഞ്ചിനിൽ നിന്ന് ഒരു പരിണാമം സംഭവിച്ച CRD എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു വിറയലും ബഹളമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പുഷ് റോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്യുപ്മെൻറ്റ്സ് കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ശബ്ദവും വിറയലും കാര്യങ്ങളൊക്കെ ഈ ഒരു എഞ്ചിന് കൂടുതലാണ് എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഈടുറ്റി നിൽക്കുന്ന ഒരു എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിനിൽ പൊതുവേ കണ്ടുവരുന്ന കുറച്ച്, അതായത് സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് കറുത്ത പുക. നമ്മൾ കാല് കൊടുത്ത് ഓടിക്കുമ്പോഴത്തേക്ക് വരുന്ന കറുത്ത പുക, പരിക്കനായിട്ടുള്ള ഒരു ഐഡ്ലിങ്, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാൻ നേരത്തെ ഒരു നമ്മൾ വലിയ വണ്ടിയൊക്കെ ലോറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്. 2.2 ഡൈക്കോറുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് സാധാരണയിൽ കൂടുതൽ, അതായത് ആ ഒരു എഞ്ചിനേക്കാൾ കൂടുതൽ വൈബ്രേഷൻ, ആ ഒരു എഞ്ചിനേക്കാൾ കൂടുതൽ ശബ്ദം, ശബ്ദത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾ ഈ ഒരു എഞ്ചിനുണ്ട് എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഈടിച്ചു നിൽക്കുന്ന, എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ 2.2 ഡൈക്കോറിനേക്കാൾ കുറേ കൂടി നല്ലതാണ് എന്തുകൊണ്ടും 3 ലിറ്റർ ഡൈക്കോർ എന്ന് ഞാൻ പറയാറുണ്ട്. പവറിൻ്റെ കാര്യത്തിൽ 2.2 ഡൈക്കോറിനെ കണക്ക് വലിച്ചു കയറ്റി കൊണ്ടുപോകത്തില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം പവർ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ കാല് കൊടുക്കുമ്പോൾ ടക്കെന്നും പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോകത്തില്ല. പക്ഷേ ഇവൻ നമുക്കിപ്പം 100-ലോ 110-ലോ വേണമെങ്കിൽ സുഖമായിട്ട് കയറ്റാം. പയ്യെ കയറുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓയിൽ സെപ്പറേറ്ററാണ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിഫ്റ്റ് പമ്പിന് പകരം നമ്മൾ പൾസൊക്കെ നോക്കുന്നതാണ്, ഇങ്ങനെ പിടിക്കുന്ന ഒരു പമ്പാണ് ഇതാ ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ഇത് കണ്ടോ ഈ ഒരു ഐറ്റം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 2.2 ഡൈക്കോറിന് ഈ ടൈപ്പ് വരുന്നുണ്ട്. പ്രധാനപ്പെട്ടൊരു പോരാക്കുറവെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്നൊക്കെ ഡാമേജ് ആയിട്ട്, അതായത് ചെറിയ ഗ്യാപ്പും കാര്യങ്ങളും വന്നിട്ട് ലീക്കാവുന്ന പ്രശ്നം വരാറുണ്ട്. ഇത് മൊത്തത്തിൽ അസംബ്ലി ആയിട്ടേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അത്യാവശ്യം വിലയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഡൈക്കോറിൻ്റെ കാര്യത്തിൽ 3 പ്രാവശ്യം, അതായത് 3 ലിറ്റർ ഡൈക്കോറിൻ്റെ കാര്യത്തിൽ 3 പ്രാവശ്യം സമാനമായിട്ടുള്ള എഞ്ചിൻ സ്റ്റാർട്ടാവാത്ത ഇഷ്യൂമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കോമൺ ലൈൻ ഇഷ്യൂ ആയിട്ടും അല്ലെങ്കിൽ പമ്പിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് കാണിക്കും. അതായത് ഹൈ പ്രഷർ പമ്പിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് കാണിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു വിഷയമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിൽ വരുന്നൊരു വിഷയം എന്ന് വെച്ചാൽ, ഈ കാണുന്ന ഡീസൽ ഫിൽറ്റർ ഉണ്ടല്ലോ, ഈ ഡീസൽ ഫിൽറ്റർ, ഈ ഒരു സാധനമാണ് വില്ലനായിട്ട് വരുന്നത്. ഇതിലൊരു ഓൺ സൈഡ് വാൽവ് ഉണ്ട്. ആ ഒരു വാൽവ് വന്നിട്ട് സ്റ്റക്ക് ആവുകയോ പ്രോപ്പറായിട്ട് വർക്ക് ആവുകയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇതിൽ നിൽക്കുന്ന ഡീസൽ റിട്ടേൺ ഇറങ്ങിപ്പോവും. സെൽഫ് എത്ര കിടന്ന് അടിച്ചാലും, എത്ര കിടന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഡീസൽ പ്രോപ്പറായിട്ട് എത്തത്തില്ല. അതുകൊണ്ട് തന്നെ കോമൺ റെയിലിൽ പ്രഷർ കുറവായിട്ടായിരിക്കും കാണിക്കുന്നത്. നമ്മൾ സാധാരണ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമുക്ക് പമ്പിൻ്റെയോ കോമൺ റെയിലിൻ്റെയോ കണക്കൊക്കെ തോന്നാം. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു ഡീസൽ ഫിൽറ്റർ നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. സ്റ്റാർട്ടാകാത്തൊരു ഇഷ്യൂ ഉണ്ട്, അതായത് എത്ര സെൽഫ് അടിച്ചിട്ടും സ്റ്റാർട്ടാവാത്തൊരു ഇഷ്യൂ ഉണ്ട്. പമ്പ് നോസിൽ ഇഞ്ചക്ടറൊക്കെ റിപ്പയറിങ് ചെയ്യണം എന്നുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾ നിർബന്ധമായിട്ടും ഡീസൽ ഫിൽറ്റർ കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു വാഹനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് റിപ്പയറിങ്ങിലേക്ക് കടക്കാനായിട്ട്. ഈ ഒരു എഞ്ചിനിൽ ഓവർ ഹീറ്റിൻ്റെ ഇഷ്യൂസൊക്കെ കണ്ടുവരാറുണ്ട്. ഓവർ ഹീറ്റ് അങ്ങനെ വന്നെന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങനെ എഞ്ചിനൊന്നും വിഷയങ്ങൾ വരാറില്ല. 2.2 ഡൈക്കോറിൻ്റെ കണക്ക് വളരെ പെട്ടെന്നായിട്ടൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പക്ഷേ ഓവർ ഹീറ്റിൻ്റെ ഇഷ്യൂസൊക്കെ കാണിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഇതിൻ്റെ ഓസുകളും അത് കണക്കിന് ഈ ഒരു തെർമോസ്റ്റാറ്റ് ഹൗസിംഗ് ഉണ്ടോ, ഇതിൻ്റെയൊക്കെ ഡാമേജ്, കൂളൻ ലീക്ക്, അത്തരമുള്ള വിഷയങ്ങളായിരിക്കും പലപ്പോഴും വില്ലനാവുന്നത്. നേരത്തെ ഞാനൊരു വണ്ടിയുടെ കറുത്ത പുകയുടെ പ്രശ്നം പറഞ്ഞിരുന്നു. അത് കൂടുതലും ഇഷ്യൂസ് വരുന്നത് EGR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും. അപ്പം EGR ഒക്കെ നിർബന്ധമായിട്ടും, EGR ആയിക്കോട്ടെ, ഇൻ്റർകൂളർ ആയിക്കോട്ടെ, അതിൻ്റെ മാപ്പ് സെൻസർ, എയർഫ്ലോ സെൻസർ, അതുപോലെ തന്നെ ടർബോ ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ റിപ്പയർ ചെയ്ത് വെച്ചാണ്, കോറ് മാറേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഇത്തരം ഭാഗങ്ങളൊക്കെ നിരന്തരം പ്രശ്നങ്ങൾ കാണിക്കുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു കാരണവശാലും വിട്ടുപോകാതെ കൃത്യമായിട്ടെല്ലാം 30,000-ലും മാക്സിമം ഇതിൻ്റെ EGR, ഇൻ്റർകൂളർ, മാപ്പ് സെൻസർ, എയർഫ്ലോ സെൻസർ പോലുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ദയവായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ EGR മറ്റൊക്കെ ബ്ലോക്കായിട്ട് പവറിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരാനും അതിനകത്ത് നല്ല കറുത്ത പുക വരാനും വലിവ് കുറവ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെ ഓടുകയാണെങ്കിൽ ടർബോയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളും വരും. സാധാരണ 2.2 ഡൈക്കോർ ആയിക്കോട്ടെ അല്ലെങ്കിൽ 3 ലിറ്റർ ഡൈക്കോർ ആയിക്കോട്ടെ, ഇത് രണ്ടിനും 2 രീതിയിലുള്ള ഫാൻസും അല്ലെങ്കിൽ 2 രീതിയിലുള്ള ഇഷ്ടക്കാരുമാണ് ഉള്ളത്. 2.2 ഡൈക്കോറിനെ അപേക്ഷിച്ച് 3 ലിറ്ററിന്, അതായത് 3 ലിറ്റർ ഡൈക്കോറിന് കംപ്ലയിൻറ്റ്സ് പൊതുവെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എഞ്ചിൻ്റെ അല്ലെങ്കിൽ ഈ എഞ്ചിൻ വരുന്ന വാഹനങ്ങളിൽ പൊതുവേ കിട്ടുന്ന മൈലേജ് എത്രയാണെന്നറിയാമോ? ഏകദേശം ഒരു 9 മുതൽ 11 വരെയാണ് കൊമേഴ്ഷ്യൽ ടൈപ്പ് വാഹനങ്ങളിലോട്ടൊക്കെ വരുന്ന മൈലേജ്. അതേസമയം ഇത്തരത്തിൽ പാസഞ്ചർ വാഹനങ്ങളിലോട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 11 മുതൽ 14 വരെയൊക്കെ മൈലേജ് കിട്ടാറുണ്ട്. അത് നമ്മൾ കൊണ്ട് നടക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തി ഇരിക്കും. നിങ്ങൾക്കൊരു ടാറ്റ സഫാരി അല്ലെങ്കിൽ ടാറ്റയുടെ ഒരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് പഴയ വാഹനങ്ങളുടെ കാര്യമാണ് കേട്ടോ, ഈ ടൈപ്പ് എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മാക്സിമം 3 ലിറ്ററിനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം 2.2നേക്കാൾ കുറച്ചും കൂടി ഒന്ന് റിലയബിലിറ്റിയും അത് കണക്ക് തന്നെ കുറച്ച് സാമ്പത്തിക ലാഭം ഈ ഒരു എഞ്ചിൻ ഉണ്ടാക്കി തരും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരുത്തില്ല എന്നുണ്ടെങ്കിലും കുറച്ച് പരിക്കൻ സ്വഭാവവും നേരത്തെ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ
ടോർക്ക് ഈ ഒരു എഞ്ചിന് ഉണ്ട് എന്നുള്ളത് മറ്റൊരു ഭാഗവുമാണ്. അപ്പം ഇതൊക്കെയാണ് ഈ എഞ്ചിനെ കുറിച്ച് ചുരുക്കം പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത്തരത്തിൽ സഫാരിയും കാര്യങ്ങളോ അല്ലെങ്കിൽ സുമോക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം 3 ലിറ്റർ എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.